ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 57. മനുഷ്യരെക്കാൾ ബുദ്ധിയും ശക്തിയുമുള്ള അനശ്വര ജീവികളും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷകരുമാണ് ദൂതന്മാർ എന്ന് നാം കേട്ടല്ലോ. മാത്രമല്ല, ഈ ദൂതഗണങ്ങളെ രണ്ടായി തിരിക്കാം. അവരിൽ വിശുദ്ധ ദൂതന്മാരും പാപം ചെയ്ത ദൂതന്മാരുമെന്ന രണ്ട് കൂട്ടരാണ് വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. അതിൽ തന്നെ വിശുദ്ധ ദൂതന്മാരുടെ ഗണത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് അവയെ 4ആയി തരംതിരിക്കാം. അതിലൊന്ന് സാധാരണ ദൂതന്മാർ, മറ്റൊന്ന് കെരൂബുകൾ, മൂന്നാമത്തത് സാറാഫുകൾ, നാലാമത്തത് പ്രധാന ദൂതന്മാർ. അതിൽ ഈ സാധാരണ ദൂതന്മാർ വളരെയേറെ ആയിരം കോടിക്കണക്കിനുണ്ടെന്ന് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സംഖ്യ അതീതമാണ്. നോക്കൂ, സങ്കീർത്തനം 68:17 ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടി ആകുന്നു എന്ന് പറയുന്നു. മൂലഭാഷയിൽ ദൂതന്മാർക്ക് ഇവ നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ന്യായവിസ്താര സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പുരാതനായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രംഗമാണ്. തൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നിനദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു എന്നവിടെ വായിക്കുന്നു. ഇങ്ങനെ ദൈവത്തെ സേവിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ട ഈ ദൂതന്മാർ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരാണ്. സാധാരണ ദൂതന്മാർക്ക് പ്രത്യേകമായ ഒരു ജോലി പറഞ്ഞു കാണുന്നില്ല. ദൈവിക കൽപ്പനപ്രകാരം അപ്പപ്പോൾ പ്രവർത്തിക്കുന്ന ഈ ദൂതവൃന്ദമാണ് മനുഷ്യർക്ക് പലപ്പോഴും വെളിപ്പെടുന്നതെന്നും വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ കൂട്ടരാണല്ലോ കെരൂബുകൾ. ഈ ദൂതന്മാരെ നാം ഉൽപ്പത്തിയിലാണ് ആദ്യമായി കാണുന്നത്. ഉൽപ്പത്തി 3:24 സൂക്ഷിക്കുക അഥവാ മറയ്ക്കുക എന്നാണ് കെരൂബുകൾ എന്ന പേരിൻ്റെ അർത്ഥം. കെരൂബുകൾക്ക് ദേവാലയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. സമാഗമന കൂടാരത്തിലും ശലോമോന്റെ ദേവാലയത്തിലും പെട്ടകത്തിനു മീതെ കൃപാസനത്തിന് ഇരുവശത്തിലായി 2 കെരൂബുകളെ കാണിക്കുന്നുണ്ട്. അവ പുറപ്പാട് 25-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാം. കൂടാതെ 2 ദിനവൃത്താന്തം 3:10-11 വാക്യങ്ങളിലും കെരൂബുകളുടെ പ്രവൃത്തികൾ അത് പഠിക്കുമ്പോൾ അവർ ദൈവസിംഹാസനത്തിൻ്റെ അഥവാ ദേവാലയത്തിൻ്റെ കാവൽക്കാരാണെന്ന് മനസ്സിലാക്കാം. ഈ കൂട്ടർ ദൈവത്തിൻ്റെ സന്നിധി കാത്തു സൂക്ഷിക്കുകയും ജ്ഞാനം, ശക്തി, പരിശുദ്ധി എന്നിവ പ്രതികരിക്കുകയും ചെയ്യുന്നു. അതുപോലെ മൂന്നാമത്തെ കൂട്ടരാണ് സാറാഫുകൾ. ഈ ദൂതന്മാരെ കുറിച്ച് നാം വായിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്. യെശയ്യാവിൻ്റെ മഹത്വമാർന്ന ഒരു ദർശനമാണ് ആ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. അവ 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ആത്മീക നിഗളം ബാധിച്ച ഉസ്സിയ രാജാവ് പൗരോത്യ ശുശ്രൂഷ ചെയ്യുവാൻ ശ്രമിച്ചതിനാൽ കുഷ്ഠരോഗിയായി തീർന്നു. നിഗളിയായ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് മനോഹരമായ ഈ ദിവ്യദർശനം ലഭിച്ചത് എന്നത് ശ്രദ്ധേയമാണ്.
കാണുക 2 ദിനവൃത്താന്തം 26-16 മുതൽ 23 വരെ. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.